ജെയ്മിയുടെ വേർപാട് മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ആകസ്മികമാണ്. പക്ഷെ ജെയ്മി സത്യത്തിൽ മരണത്തിന് നന്നായിട്ട് ഒരുങ്ങിയിട്ട് നാളുകളായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജെയ്മിയുടെ മരണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. സത്യത്തിൽ അത് ഓർക്കുമ്പോൾ വിങ്ങലും വേദനയാണെങ്കിൽ പോലും അത് പറയാൻ കാരണം ജെയ്മി പല പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയങ്ങളുണ്ട്. ആ സമയത്തെല്ലാം ജെയ്മിയെ ശരിക്കും മരണത്തിന് തന്നെ ഒരുങ്ങിയ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുക്കമില്ലാത്തൊരു മരണമല്ല, വളരെ കരുതലോടെയുള്ളൊരു മരണമാണ്. കാരണം അത് പറയാൻ കാരണം മറ്റൊന്ന്, ജെയ്മിയുടെ മോളുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസം അത് ഉടനെ നടത്താനായിരുന്നില്ല തീരുമാനിച്ചിരുന്നത്. പക്ഷേ ജെയ്മി നിർബന്ധം പിടിച്ചുകൊണ്ടാണ്, എനിക്ക് തോന്നുന്നത് 1-2 മാസമായിട്ടുള്ളൂ, ഞാൻ ആ കൃത്യം ഓർക്കുന്നില്ല ഡേറ്റ്. ജെയ്മി നിർബന്ധം പിടിച്ചു. അന്നേരം നീട്ടിക്കൊണ്ടുപോയ എല്ലാവരും ഉണ്ടായില്ലെങ്കിലോ എന്ന് പറഞ്ഞാണ് ആ മാമോദീസ നടത്തിയത്. വാസ്തവത്തിൽ ജെയ്മി അങ്ങനെയെല്ലാം കരുതലോടുകൂടി എല്ലാം ജീവിച്ചു. നമ്മൾ ജെയ്മി ബ്രദറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ അന്തസ്സായ ഒരു ജീവിതമായിരുന്നു. കാരണം ജീവിതം സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ് മേഖലയിൽ മുന്നേറുന്നു, ചാലക്കുടിയിൽ നല്ല നിലയിൽ ബിസിനസ് വളർത്തിയെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം 90കളിലെ നവീകരണത്തിലേക്ക് വന്ന ആദ്യ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജെയ്മി ജീവിക്കാൻ തുടങ്ങി. അതൊരു സമർപ്പണമായിരുന്നു. ഈ സന്യാസപ്രദത്തമായ ജീവിതത്തെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരിക്കലും പിന്തിരിഞ്ഞു പോയിട്ടില്ല. തന്നെയല്ല, അത്രമാത്രം പാടുപീടുകൾ സഹിച്ചിട്ടുണ്ട് ജെയ്മി ഈ ആശ്രമത്തിൻ്റെ കോട്ട ഡിവൈൻ മിനിസ്ട്രിയുടെ വിജയത്തിന് വേണ്ടിയിട്ട്. കാരണം ഡിവൈനിലെ സ്റ്റേജിലേക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി, ഇപ്പോഴല്ല 90കളിൽ പ്രത്യേകിച്ച് രാത്രി വളരെ വൈകിയാണ് ശുശ്രൂഷ തീരുക. അതുപോലെ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങും, 5-5:30 ആകുമ്പോഴത്തേക്കും മുഴുവൻ സമയം സ്റ്റേജിലുണ്ടാവും. പിന്നെ അതിൻ്റെ പ്രത്യേകത, സ്റ്റേജിലേക്കുള്ള ആളുകളെ എല്ലാം ക്ഷണിത്ത് വരുത്താൻ ജെയ്മി അതീവ ശ്രദ്ധാലുവായിരുന്നു. കാരണം അന്ന് തടത്തലച്ചനും പനക്കലച്ചനുമാണ് മലയാളം സെഷനിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ജെയ്മി അതുകൊണ്ട് ശുശ്രൂഷയെ നന്നായിട്ട് മാനേജ് ചെയ്തു. നല്ല മാനേജിങ് കഴിവുണ്ട് ജെയ്മിക്ക്. അതാണ് ജെയ്മിയുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ആരെങ്കിലും ആബ്സെൻ്റ് ആയാൽ അവിടെ ഒരു ശൂന്യത വരില്ല. ജെയ്മി ഉടനെ ദൈവവചനവും സ്തുതിപ്പും കൊണ്ട് ജനത്തിൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചിരുന്നു. ഇനി പാട്ടുകാർ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ ജെയ്മി ഉടനെ ഓർഗൻ എടുത്ത് വായിക്കും, പാട്ട് തുടങ്ങും. അതായത് സ്റ്റേജിൽ ആരുടെ ആബ്സെൻസ് ഫീൽ ചെയ്യാത്ത വിധത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ജെയ്മി നിറയ്ക്കുമായിരുന്നു. കാരണം ജെയ്മിയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവുണ്ടായിരുന്നു. അതാണ് ജെയ്മിയുടെ മറ്റൊരു പ്രത്യേകത. ഇനി അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാറ്റീസം സ്റ്റാഫ് എന്ന നിലയ്ക്ക് ജെയ്മി വളരെ സുദൃഢമായ സേവനമാണ് ചെയ്തത്. പിന്നീട് അച്ഛമായപ്പോൾ, ഇപ്പോൾ ഇവിടെ കോളേജിലെ 2 സിസ്റ്റേഴ്സ് കൂടെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് ജെയ്മി അതിരാവിലെ പോയി സിസ്റ്റേഴ്സിനെ കൂട്ടിക്കൊണ്ടുവരും. ക്ലാസ് കഴിയുമ്പോൾ സിസ്റ്റേഴ്സിനെ കൊണ്ടുവിടും. എല്ലായിടത്തും കോട്ട ഡിവൈൻ മിനിസ്ട്രിയുടെ എല്ലായിടത്തും ജെയ്മിയുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനി ജെയ്മിയുടെ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. സഹനദാസനാണ്. സ്വന്തം സഹനം പ്ലസ് മക്കളുടെ സഹനം, കുടുംബത്തിൻ്റെ സഹനം. പക്ഷേ ഞാൻ ഇന്നോളം ഈ 40-50 വർഷമായിട്ട് ജെയ്മിയെ നോക്കുമ്പോൾ ഒരു വാക്കുപോലും പരാതി പറഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും എങ്ങനെ നാളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടിട്ടില്ല. ഒരു വാക്ക് പോലും നാളെ കൊച്ചിന് മരുന്ന്, പ്രത്യേകിച്ച് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ കൊച്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും എങ്ങനെ കൊച്ചിനെ നാളെ നടത്തും എന്ന് ജെയ്മി ആകുലപ്പെട്ടിട്ടില്ല. ഒരു നാളിൽ പോലും ജെയ്മി സാമ്പത്തിക സഹായം ചോദിച്ചിട്ടില്ല. പക്ഷേ ജെയ്മിയുടെ പ്രത്യേകത ലൂക്ക 12-ാം അധ്യായത്തിലെ വചനമാണ്, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ജെയ്മിയെ അങ്ങനെ ആശ്രയിച്ചു. ആ വചനം എങ്ങനെയാണ് പൂർത്തിയാവുക? അങ്ങനെയെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയുമായി അലങ്കരിക്കുകയില്ല. ജെയ്മിയുടെ ജീവിതം ദൈവം അലങ്കരിച്ചു. ജെയ്മിയുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, നല്ല വീടുണ്ടായി. എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറിയതിൻ്റെ. ഇനി നമ്മളിപ്പോൾ ജെയ്മിയുടെ മരണത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാലും വളരെ അതിശയകരമായി നമുക്ക് പറയാൻ പറ്റും, ജെയ്മി സ്വർഗത്തിലാണ്. കാരണം ജെയ്മി, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ, കുർബാന സ്വീകരിച്ച് കൈകൂപ്പി നിൽക്കുന്നത് കണ്ടാൽ അത്രയേറെ ഒരു ദിവ്യാനുഭൂതിയിൽ ജെയ്മി നിറയുമായിരുന്നു. അപ്പോൾ അത് വചനം എങ്ങനെയാണ് പറയുക, ഈ അപ്പം ഭക്ഷിച്ച് ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഇനി ജെയ്മിയുടെ മറ്റൊരു പ്രത്യേകത, ജെയ്മിക്ക് വചനം എല്ലാം അറിയാം. അപ്പോൾ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, ഇത് ഭർത്താവിൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ വചനം വിശ്വസിക്കുകയും അതനുസരിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ജെയ്മി സ്വർഗത്തിന് അവകാശിയായി.
ഇനി അടുത്തത് പറയുമ്പോൾ റോമ 2:6-7 വചനവും ജെയ്മിയിൽ അന്വർത്ഥമാണ്. അതായത് പാവങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. അതായത് ഇവിടുത്തെ കാറ്റീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോഴൊക്കെ ജെയ്മി പറയും, ഞാൻ 5000 തന്നേക്കാം. സത്യത്തിൽ ജെയ്മിയുടെ കയ്യിൽ 5 രൂപ പോലും കാണില്ല. 5000 ഞാൻ തന്നേക്കാം, അത് ഞാൻ 10,000 സംഘടിപ്പിക്കാം, തരാമെന്ന്. അത് ഞാൻ ചിരിച്ചുകൊണ്ട് പറയാൻ കാരണം, ജെയ്മിക്ക് അത്രയും ഒരു വലിയ ആശ്രയമാണ്, ദൈവത്തിൻ്റെ ശരണപ്പെട്ട്. അതുകൊണ്ട് സത്യത്തിൽ ജെയ്മിയുടെ ജീവിതം എന്ന് പറയുന്നത്, ഈ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരുടെ ജീവിതം കടുകന്മാരെ പോലെ ചിറകടിച്ചു വീരുമെന്ന് പറയുക. ഞങ്ങൾ കഴിഞ്ഞ നാളിൽ ഇത് പറയാൻ കാരണം, ഈ ആകാശപ്രവളുടെ അടുത്ത് അവരെ എടുത്ത് പോയി, അവർക്കെല്ലാം അവിടെ ചെയ്തു കൊടുത്തു. അപ്പോഴും ജെയ്മിയുടെ ആരോഗ്യം വളരെ വീക്കാണ്. പറ്റൂല, വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരുന്നുണ്ട് അച്ഛാ. വരുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവിടെയുള്ള കിടപ്പ് രോഗികളെയും അവിടെയുള്ള ഓരോ അമ്മമാരെയും അപ്പന്മാരെയും വളരെ സ്നേഹത്തോടെ വാസ്തവത്തിൽ വാരിപ്പുണർന്ന് താലോലിച്ച് ശുശ്രൂഷിക്കുന്നത് ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ അതായത് കർത്താവിൻ്റെ ദരിദ്രരെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുമ്പോൾ മത്തായി 25 പറയുന്ന വചനവും ജെയ്മിയിൽ അന്വർത്ഥമാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തു തന്നത്. അതിനാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക, നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക എന്ന് കർത്താവിൻ്റെ വചനം ജെയ്മിയിൽ അന്വർത്ഥമാവുകയാണ്. എല്ലാ വിധേനയും നമ്മൾ നോക്കുമ്പോൾ സുന്ദരമായ ജീവിതമായിരുന്നു. എനിക്ക് ജെയ്മി മരിച്ചതിൽ ഭയങ്കര വിഷമമാണ് സത്യത്തിൽ. പക്ഷേ ഞാൻ ഈ ജെയ്മിയുടെ ജീവിതമായിട്ട് നോക്കി കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അഭിമാനവും ആനന്ദവുമാണ്. കാരണം ഒരു നിമിഷം പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരില്ല. കാരണം ആ ജീവിതം അങ്ങനെയായിരുന്നു. ആ കൊച്ചിന് വേണ്ടി സഹിച്ച സഹനം, ആ കൊച്ചിനെ, ജെയ്മിയുടെ കിഡ്നി ഫെയിലറായ കൊച്ചിനെ ശുശ്രൂഷ, അതുപോലെ ആ മക്കൾക്ക് വേണ്ടി സഹിച്ച സഹനം, ആ കുടുംബത്തെ പടുത്തുയർത്താൻ ദാമ്പത്യ വിശ്വസ്തത പാലിച്ച ആ ജീവിതം, വിശ്വസ്തതയോടെ ഉള്ളവർക്ക് ദൈവം എന്താ കൊടുക്കുക? നിത്യസമ്മാനം കൊടുക്കുന്ന വാഗ്ദാന വചനമാണ്. അപ്പോൾ വിശ്വസ്തനായിരുന്നു, സമർപ്പിതനായിരുന്നു. വ്രതം എടുത്തില്ലെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സന്യാസിയെപ്പോലെ സമർപ്പണത്തിൻ്റെ ആഴത്തിൽ നിലകൊണ്ടവനായിരുന്നു. എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചുവോ അതിനുവേണ്ടി 100% അങ്ങനെയെങ്കിൽ കർത്താവ് ജെയ്മിക്ക് 100 ഇരട്ടി പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്മിയുടെ ആത്മാവ് വീണ്ടും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഇരുന്ന് ലോകത്തിനു വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, നാക്കിപ്പുറംപ്ലച്ചൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണതെല്ലാം. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, ജീവിതം മാറ്റിവെക്കുക, ജീവിതത്തിലെ സഹനങ്ങളെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം മഹത്വപ്പെടും, മനുഷ്യർ ധന്യരാകും. അങ്ങനെ ജെയ്മി ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു ഡിഗ്നിഫൈ ഹ്യൂമൻ ബീങ്സ്, അതാണ് ജെയ്മിയുടെ ജീവിതം ആയിരുന്നെന്ന് പറയാം. ജെയ്മി അങ്ങനെ ജീവിച്ചു. ദൈവം 100 ഇരട്ടിയായി പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജെയ്മിയുടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമീൻ. ജെയ്മി ബ്രദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ദുഃഖവുമുണ്ട്. പക്ഷേ സ്വർഗത്തിൽ ജെയ്മി ബ്രദർ ഉണ്ട് എന്നതിൻ്റെ ഉറപ്പുമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഏകദേശം 16 വർഷത്തോളമായിട്ട് ജെയ്മി ബ്രദറുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ പോട്ടാശ്രമത്തിൽ ആദ്യകാലത്തായിരിക്കുന്ന സമയത്ത് ജെയ്മി ബ്രദർ അന്നിവിടെ കാറ്റഗിസത്തിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ ജെയ്മി ബ്രദർ 10 വർഷം ജെയ്മി ബ്രദർ ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജെയ്മി ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ആ മനുഷ്യൻ്റെ നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് എന്നെ ഏറെ അധികം സ്പർശിച്ചത്. ഞാൻ ഓർക്കുന്നു, രാവിലെ 5:30 മണിക്ക് അദ്ദേഹം ജെയ്മി ബ്രദർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിയിരിക്കും. പിന്നെ ധ്യാനം കഴിഞ്ഞ് 10 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് ജെയ്മി ബ്രദറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ടാവും, ജപമാല ചൊല്ലി എപ്പോഴും നടക്കുന്നൊരു ബ്രദറിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ അദ്ദേഹം ആ സൈഡിൽ ചെറിയൊരു ചാപ്പലുണ്ട്, അവിടെ ഇരുന്ന് ബൈബിള് വായിച്ച് അല്ലെങ്കിൽ ജപമാല ചൊല്ലി ആ പകലും മുഴുവൻ സമയം ചെലവഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 40 വർഷത്തോളം പോട്ട ഡിവൈൻ കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഈ 40 വർഷക്കാലം എനിക്ക് തോന്നുന്നു അദ്ദേഹം ജപമാല ബൈബിള് അല്ലെങ്കിൽ ഭക്താനുഷ്ഠാനപരമായിട്ട് മറ്റെന്തെങ്കിലും കുരിശിൻ്റെ വഴി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചൊല്ലി ജീവിതം മുഴുവൻ ഈ പ്രാർത്ഥനാപരമായൊരു ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരിക്കലും ഞാനൊരു അസ്വസ്ഥത, ഒരു ടെൻഷൻ, ഒരു ആകുലത കണ്ടിട്ടില്ല. അതിന് പ്രധാന കാരണം ഈ പ്രാർത്ഥനാ ജീവിതമാണ്.
ചില രോഗപീഠകളൊക്കെ വരുമ്പോൾ, ചില അസ്വസ്ഥതകൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജെയ്മി ബ്രദറെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അദ്ദേഹം പറയും, അച്ഛാ ഒരു കുഴപ്പമില്ല അച്ഛാ, എല്ലാം ദൈവം ക്രമീകരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയും, ബ്രദറെ ഭക്ഷണ കാര്യങ്ങൾ, മരുന്ന് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും, അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛാ ദൈവം കൂടെയുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ഒന്ന് പ്രാർത്ഥനാപരമായ ജീവിതം, രണ്ട് അതിൽ നിന്ന് ലഭിച്ച ഒരു സമാധാന സന്തോഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കൃത്യനിഷ്ഠത, ഒരു 5:30 മണി എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടാവും, അവിടുത്തെ അൾത്താരയിലുണ്ടാവും. അതോടൊപ്പം തന്നെ സ്നേഹമുള്ള ഫ്രീ സമയത്ത് മുഴുവൻ പ്രാർത്ഥനയും അങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൊണ്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ നമ്മുടെ പോട്ട ആശ്രമത്തിലാണെങ്കിലും മക്കൾക്ക് അവരെ ദൈവസ്നേഹത്തിൽ, ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് വളരെ തീക്ഷ്ണമതിയായിട്ട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ, ചാലക്കുടി എന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പം വരുമ്പോൾ ഇവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, ചാലക്കുടിയിൽ നിന്ന് SH കോൺവെൻറ്റ്, അവിടെ നിന്ന് വരുന്ന സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ ആ കോൺവെൻറ്റിലെല്ലാം പോയി സിസ്റ്റേഴ്സിനൊക്കെ കൂട്ടി അവരെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ആൻജോസ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് കാറ്റഗിസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തെങ്കിലും പോകണമെങ്കിൽ അത് അവരെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും, അതായത് ഈ ആലയത്തിന് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി 100% സമർപ്പണ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ്. കുട്ടികളെ ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് ഇവിടെ വരുന്ന അധ്യാപകരുണ്ട്, അത് കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്കൊക്കെ നല്ലൊരു മോഡലായിട്ട്, മാതൃകയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജെയ്മി ബ്രദറിനെ കുറിച്ച് പറയാനുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ജെയ്മി ബ്രദർ ഉണ്ട്. പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും, അതോടൊപ്പം തന്നെ ഈ ജെയ്മി ബ്രദറിൻ്റെ ഇന്നിവിടെ പോട്ടാശ്രമത്തിൽ കൂടുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒന്ന് കാണുവാനായിട്ട്. വന്നവരെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഒരു നല്ല മനുഷ്യനായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു, അതെ, ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഈ രീതിയിൽ ഒരു നല്ല മനുഷ്യനാകട്ടെ. ജെയ്മി ബ്രദറിനെക്കുറിച്ച് പറയുമ്പോൾ മരണശേഷം മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോഴും എനിക്ക് 100% പറയാൻ പറ്റും, ജീവിച്ചിരുന്നപ്പോഴും ഒരു നല്ല മനുഷ്യനായിരുന്നു. മരണശേഷം ജനങ്ങളും, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു പോയ ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ജെയ്മി ബ്രദറിൻ്റെ ആ സ്റ്റേജിലെയല്ല, നമ്മുടെ അൾത്താരയിലെ അവിടുത്തെ ക്രമീകരണങ്ങൾ, ജനങ്ങളോടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അവരോടുള്ള പെരുമാറ്റ രീതി, വളരെ നല്ലൊരു മനുഷ്യൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ജെയ്മി ബ്രദറിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലുണ്ട്. ഇനി എന്തെങ്കിലും പോരായ്മകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സ്വർഗരാജ്യത്തിൽ ജെയ്മി ബ്രദറിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് 100% നമുക്ക് വിശ്വസിക്കാം, ആഗ്രഹിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജെയ്മി ബ്രദർ വലിയൊരു നഷ്ടമാണ് ഡിവൈനെ സംബന്ധിച്ച്, ഞങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച്. എന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിവിടെ വന്ന നാൾ മുതൽ എല്ലാ ചൊവ്വാഴ്ചയും മലയാളം സ്റ്റേജിൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ കൂടെ ശുശ്രൂഷനായിട്ട് ഇത്രയും നാൾ നിന്നത് ജെയ്മി ബ്രദറാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ദിവ്യബലി വരെ ജെയ്മി ബ്രദറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ജെയ്മി ബ്രദറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സുവിശേഷ പ്രഘോഷകരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാനുണ്ട്. വളരെ ശാന്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി, ഒന്നിനെക്കുറിച്ചും പരാതിയില്ല, പരിഭവമില്ല. ഒത്തിരിയേറെ വേദനകളിലൂടെ, ശാരീരികമായിട്ടുള്ള രോഗപീഠകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അതൊന്നും ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരിക്കലും മാറി നിന്നിട്ടില്ല. ഡിവൈൻ്റെ വചന ശുശ്രൂഷ മേഖലയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം മാറി നിന്നിട്ടില്ല. സഹനങ്ങളൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഒരുക്കത്തോടു കൂടിയായിരുന്നു ബ്രദർ എന്നും ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഓരോ ദിവസവും ബലിയർപ്പിച്ചിറങ്ങുന്ന അച്ഛന്മാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശേഷം അച്ഛന്മാർ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. സാധാരണ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ ബ്രദർ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് കൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തമ്പുരാൻ മനസ്സിൽ തോന്നിച്ചിരിക്കാം, സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയമായി, ആ വഴി അദ്ദേഹത്തിനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളോടൊക്കെ പ്രാർത്ഥന അടുത്തടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥന ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. പരിഭവമില്ല, പരാതിയില്ല, വളരെ ശാന്തമായിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ചെയ്യേണ്ട ശുശ്രൂഷകൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഒത്തിരിയേറെ മക്കളെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്, പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ അദ്ദേഹം നടത്തുന്ന സമയത്ത് മടിയുള്ളവർ പോലും പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് അദ്ദേഹം കൊണ്ടുവരും. അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു കൃപയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ജെയ്മി ബ്രദർ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. പക്ഷേ ഡിവൈനെ സംബന്ധിച്ചൊരു നേട്ടവുമാണ്. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
ഡിവൈന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഡിവൈൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇവിടെ ധ്യാനത്തിനായിട്ട് കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടി ഈശോയുടെ അടുക്കൽ യാചിക്കുന്ന ഒരു നല്ല വിശുദ്ധനായ ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഒരു ലോകത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നഷ്ടമായിട്ടും സ്വർഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു നേട്ടവുമാണ് ജെയ്മി ബ്രദറിൻ്റെ ജീവിതം. വലിയ മാതൃകയാണ്. ആ മാതൃക ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് അനുകരിക്കുവാനായിട്ടുള്ള ഒരു മാതൃകയാണ്. ജെയ്മി ബ്രദറിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കാം.